ओम नमो भगवते वासुदेवाय। ओम भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। चैतन्यमभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदादिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितं च ये कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी क्षमां सुदे देवी प्रणमामि हरिप्रिये वाञ्छ कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो विष्णवेभ्यो नमो नमः। नमो ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्णानंद श्री अद्वैत गदाधर सेवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे गुरुवे गौरचंद्राय कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। कृष्ण तुरीय पद पंकज पंजरादम अद्वैवमी विशदु मानस राजहंसा प्राण प्रयाण समये कपवात वित्ते कंठावरोधन विदो स्मरण मुकुदस्ते। हरे कृष्ण हरे तत्सत. അപ്പൊ നമ്മളിന്ന് മുഖ്യമാസത്ര 44-ാമത്തെ ശ്ലോകമാണെന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. हे गोपालक हे कृपाजलानिधे हे सिंधु कन्यापति हे कंसांतका हे गजेंद्र करुण वारिण हे माधव हे रामानुजा हे जगत्त्रय गुरो हे पुंडरीकाक्षमां हे गोपीजननाथ पालय परम जनामि त्वं विना. गार्गी माता जी. हरे कृष्ण. हे गोपालक हे कृपा जल निधे हे सिंधु कन्यापते हे कंसांतक हे गजेंद्र करुणा पारिण हे माधव हे रामानुज हे जगत्त्रय गुरु हे पुंडरीकाक्षमा हे गोपी जननाथ पालय परम जानामि न त्वां विना. सुभाषी माता जी. हे गोपालक हे कृपा जलनिधे हे सिंधु कन्यापते हे कंसांदग हे गजेंद्र करुणा पारीण हे माधवा हे रामानुज हे जगत्त्रय गुरो हे पुंडरीकाक्षमां हे गोपीजननाथ पालय परम जानामि न त्वं विना. हरे कृष्ण. हरि बोल. Oh young covered boy, O ocean of mercy, God of Lakshmi, the ocean of water, O killer of Kamsa, O merciful benefactor of Gajendra, O Madhava, O younger brother of Rama, O spiritual master of the three worlds, O lotus-eyed Lord of the gopis, I know no one greater than you, please protect me. എല്ലാം ഭഗവാന്റെ വിവിധ നാമങ്ങളും എടുത്തിട്ട് കുലശേഖരാവാറ് അവിടെ സ്തുതിക്കുകയാണ് ഭഗവാനെ. അങ്ങനെയല്ലാതെ എന്നെ രക്ഷിക്കാൻ ഈ ത്രിഭുവനത്തിൽ ആരുമില്ല എന്നാണ് പറയുന്നത്. എന്നാണ് ആദ്യത്തെ ഇത് എന്താണ്? ഓ യങ് കവേർഡ് ബോയ്, ഗോപാലക അല്ലെ. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള പേരാണ് ഗോപാലൻ. കാരണം വെച്ചാൽ ഭഗവാന് ഏറ്റവും ഇഷ്ടം ഗോക്കളാണ്, ഗോപാലന്മാരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഗോപാലകൻ, പശുക്കളെ മേയ്ക്കുന്നവൻ. അതുകൊണ്ട് ആ പേര് നമ്മള് ഭഗവാനോട് കൂടുതൽ അടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്താണ്? നമോ മഹാവതന്യായ കൃഷ്ണപ്രേമപ്രദായ നമോ ബ്രാഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണതായ ജഗതദായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. അപ്പോ
ആരോടാണ് കൂടുതൽ ഭഗവാൻ ഇഷ്ടം? ബ്രാഹ്മണന്മാരോടും പശുക്കളോടും അല്ലെ. പശുക്കളെ ആരും സംരക്ഷിക്കുന്നു അവരെ ഭയങ്കര ഇഷ്ടമാണ്. ബ്രാഹ്മണന്മാരെ ആര് സേവ ചെയ്യുന്നു അവരോട് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഗോപാലക, കൗഹൂഡ് ബോയ്, ഭഗവാന്റെ കൂട്ടുകാരന്മാർക്ക് ആരാണ്? എല്ലാം ഗോപാലന്മാരാണ്. അതുകൊണ്ട് വളരെ ഇഷ്ടമാണ് ഭഗവാന്. അപ്പോ ഭഗവാനെ ആ പേര് വെച്ചിട്ടാണ് സ്തുതിക്കുന്നത് ഇവിടെ കുലശേഖര ആൾവാർ. കാരണം നമ്മൾ നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ പല ക്ലാസ്സിലും പറഞ്ഞ പോലെ ഭഗവാന് മുഖ്യനാമുണ്ട്, ഗൗണനാമുണ്ട്. എന്താണ് മുഖ്യനാമം ഗൗണനാമം പറഞ്ഞാൽ? കവിരൂപ മാതാജി അറിയോ എന്താണ് മുഖ്യനാം ഗൗണനാം എന്ന് പറഞ്ഞാൽ? അറിയില്ല പ്രഭു. ഓക്കെ, സുഭാഷിണി മാതാജിക്കോ? മറ്റിങ്ങനെ വിഷ്ണു അങ്ങനെയുള്ള പേരുകൾ വിളിക്കുന്നതാണോ പ്രഭു? ഗൗണനാം പിന്നെ ഭഗവാന്റെ ഡിവോട്ടീസിന്റെ പേര് ചേർത്ത് വിളിക്കുന്ന അതാണോ? അതെ, അതായത് ഗൗണനാം പറഞ്ഞാൽ ഭഗവാന്റെ ലീലകളെ സംബന്ധിച്ചിട്ടുള്ള പേരുകളെ, ഭഗവാന്റെ ഭക്തന്മാരും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേരുകളെ, അതാണ് മുഖ്യനാം എന്ന് പറയുന്നത്. ഗൗണനാം പറഞ്ഞ ഇൻഡയറക്റ്റ്, പരമാത്മാവ്, അന്തര്യാമി, സർവവ്യാപി, ഇതൊക്കെ എന്താണ് ഡയറക്ട്ലി ഭഗവാനെ റിഫർ ചെയ്യുന്നതല്ല. പക്ഷെ ഭഗവാന്റെ ലീല, ദാമോദരൻ അല്ലെ, ഗോപീജൻ വല്ലഭൻ, കേശവൻ, രാധാ മദൻ മോഹൻ, രാധാ ഗോവിന്ദ്, അങ്ങനെ ഇതെല്ലാം ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ ഭക്തന്മാരുടെയും റിലേറ്റ് ചെയ്തിട്ടുള്ള പേരാണ്. അപ്പോ അങ്ങനത്തെ പേരാണ് ഭഗവാൻ എത്ര ഇഷ്ടം. അപ്പൊ നമ്മുടെ വീട്ടിലെ പെറ്റ് നെയിം ഉണ്ട് ഓരോരുത്തർക്കും അല്ലെ, അതിൽ വിളിക്കുന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ വേറെ വല്ലതും പേര് വിളിക്കുന്ന ഇഷ്ടം? നമ്മുടെ പെറ്റ് നെയിം, അതായത് പെറ്റ് നെയിമാണ് ഭഗവാന്റെ. ലീലകളെ സംബന്ധിച്ചിട്ടുള്ള പേരുകളെല്ലാം ഗിരിവരധാരി അല്ലെ, ദാമോദര ലീലയിൽ പറയുമ്പോൾ ദാമോദരൻ, ഗോപീജന വല്ലഭൻ, ഗോപിനാഥൻ, ഇതെല്ലാം ഭഗവാൻ വളരെ ഇഷ്ടപ്പെട്ട, അതിനെയാണ് മുഖ്യനാം എന്ന് പറയുന്നത്. ഗൗണനാം എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി അത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പേരാണ്. അതില് ഭഗവാന്റെ ലീലകളോ ഭഗവാന്റെ ഭക്തന്മാരോ ചേരുന്നില്ല. അപ്പൊ അന്തര്യാമി, പരമാത്മാവ് അല്ലെ, ത്രികാലജ്ഞാനി, ഇതൊക്കെ ഭഗവാനെ നമ്മൾ ഉദ്ദേശിച്ച പറയുന്നെങ്കിലും ഡയറക്ട്ലി അല്ല റെഫർ ചെയ്യുന്നത്. നമ്മൾ പറയും, ഫോർ എക്സാമ്പിൾ ഒരാളെ വിളിക്കുകയാണ് രമേഷ്. അപ്പൊ രമേഷ് എന്നത് നോൺ, രമേഷിന്റെ പകരം ഹി എന്ന് പറഞ്ഞാൽ അത് പ്രോണൗൺ. അതായത് നമ്മള് ആ പേരിലാണ് ഹി, ഷി, ദേ അങ്ങനെ വിളിക്കുമ്പോ എങ്ങനെയായിരിക്കും? ഒരു റിലേഷൻഷിപ്പ് അവിടെ വരുന്നില്ല അല്ലെ. അതേപോലെ മുഖ്യനാമം, ഗൗണനാമം, ഇതെല്ലാം എന്താണ്? ഭഗവാന്റെ മുഖ്യനാമങ്ങളാണ്. നമ്മൾ പരമാത്മാവില് മെഡിറ്റേറ്റ് ചെയ്യുന്നതും ഭഗവാന്റെ അർച്ചവിഗ്രഹത്തില് മെഡിറ്റേറ്റ് ചെയ്യുന്ന വ്യത്യാസമല്ലേ? അതേപോലെ തന്നെ മുഖ്യനാമം വളരെ വളരെ ഇഷ്ടപ്പെട്ടതാണ് ഭഗവാൻ. ഇവിടെ എല്ലാം മുഖ്യനാമങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഭഗവാന്റെ ലീലകളെ റിലേറ്റ് ചെയ്തിട്ടും ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ആ ബന്ധത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പേരുകളാണ് ഇവിടെ കുലശേഖര ആൾവാർ ഉപയോഗിക്കുന്നത്. അപ്പോ യങ് കവേർഡ് ബോയ്, ഓഷ്യൻ ഓഫ് മേഴ്സി, കരുണാസിന്ധു, ഏ കൃഷ്ണ കരുണാസിന്ധു, ദീനബന്ധു ജഗത്പതി, ഭഗവാന്റെ ക്വാളിറ്റീസ് ആണ് അതൊക്കെ. ഹസ്ബൻഡ് ഓഫ് ലക്ഷ്മി, എങ്ങനെയാണ് ഓഷ്യൻ ഓഫ് ഡോട്ടർ, ഹസ്ബൻഡ് ഓഫ് ലക്ഷ്മി ഒക്കെ എങ്ങനെയാണ് ഭഗവാൻ ഓഷ്യൻ, ഐ മീൻ ലക്ഷ്മിജി എങ്ങനെ ഓഷ്യൻസ് ഡോട്ടർ ആവുന്നത്? ലക്ഷ്മിദേവി സമുദ്രത്തിൽ നിന്നല്ലേ അമൃത് കടഞ്ഞപ്പോ വന്നത് പ്രഭു? സമുദ്ര മന്ഥനം ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി ദേവി വരുണ്ടായി. അതാണ് ഹസ്ബൻഡ് ഓഫ് ലക്ഷ്മി, ഓഷ്യൻ ഓഫ് ഡോട്ടർ എന്ന് പറയുന്നത്. ഓഷ്യൻസ് ഡോട്ടർ. ഓ കില്ലർ ഓഫ് കംസ, ഓ മെർസിഫുൾ ബെനിഫാക്ടർ ഓഫ് ഗജേന്ദ്ര, അതായത് ഗജേന്ദ്രന് മോക്ഷം കൊടുത്ത ആള്, കംസനെ വധിച്ച ആള്. ഓ മാധവ, മാധവ എന്നുള്ള പേരിന്റെ അർത്ഥം എന്താണ്? ലക്ഷ്മി ദേവിയുടെ ഹസ്ബൻഡ്. യെസ്, ഹസ്ബൻഡ് ഓഫ് ദ ഗോഡസ് ഓഫ് ഫോർച്യൂൺ. ഓ യങ് ബ്രദർ ഓഫ് രാമ, എങ്ങനെ യങ് ബ്രദർ ആവുന്നത്?
രാമന്റെ ബലരാമസ്വാമിയുടെ അനിയൻ. ബലരാമസ്വാമി, മറ്റേ ശ്രീരാമസ്വാമിയുടെ അല്ല, ബലരാമസ്വാമിയുടെ അല്ലെ. ഓ younger brother of Rama. ഓ spiritual master of the three worlds. എല്ലാവരും സ്പിരിച്വൽ മാസ്റ്റർ ആണ്. ഓ ലോട്ടസ് ഐഡ് ലോർഡ് ഓഫ് ദ ഗോപീസ്. I know no one greater than you, please protect me. Gopi Jananatha, Pundarikaksha, Mam, He Gopi Jananatha, Palaya Param Janami Natvam Vina. അങ്ങല്ലാതെ എനിക്ക് വേറൊരു സംരക്ഷണമില്ല എന്നാണ് പറയുന്നത്. എല്ലാ ഭഗവാന്റെ പേരുകളെ വിളിച്ചിട്ട് സ്തുതി ചെയ്യാണ് അല്ലെ. അങ്ങനെ പല ശ്ലോകങ്ങളിലും കുലശേഖരവാർ അഡ്രസ് ചെയ്യുന്നുണ്ട് ഭഗവാന്റെ വ്യത്യസ്ത നാമങ്ങള്. സോ King Kulashekara's prayers are all addressed to the Supreme Personality of Godhead in its various expansions and incarnations. Sometimes he addresses Lord Narayana or Lord Rama, but very frequently he specifies Lord Krishna as his object of special attraction. According to Srimad Bhagavatam 1.3.28, Lord Krishna is in fact the source of all incarnation and expansion. Ete chamsa kalapamsa Krishnastu Bhagavan Swayam. Indrari Vyakulam Logam Vridayanti Yuge Yuge. അതായത് ആദ്യത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തില് എല്ലാ ഇൻകാർഷനെ പറ്റിയിട്ട് പറഞ്ഞു വിവരിക്കുന്നുണ്ട് ആരെ സുതഗോസ്വാമി. സുതഗോസ്വാമി 22 ഇൻകാർഷനെ പറ്റി പറഞ്ഞിട്ട് 28-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കൃഷ്ണനെ പറ്റി പറയുമ്പോ ഇതിനെല്ലാം ഏതേച്ച അംശ കലാപുംസ കൃഷ്ണാസു ഭഗവാൻ സ്വയം. എല്ലാവരും പറഞ്ഞിട്ട് കൃഷ്ണനെ പറ്റി പറയുമ്പോൾ എന്താണ്? കൃഷ്ണൻ സ്വയം ഭഗവാനാണ്, മറ്റുള്ളവരും പറഞ്ഞില്ല. സോ ഹി ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ഇൻകാർണേഷൻസ് ആൻഡ് ഓൾ എക്സ്പാൻഷൻസ്. എന്തിനാണ് അദ്ദേഹം പറയുന്നത്? ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഇന്ദ്രാരി പറഞ്ഞാൽ ഇന്ദ്രന്റെ ശത്രുക്കള് അസുരന്മാര് വ്യാകുലം ലോകം, ഈ ലോകത്തില് ഭൗതിക ലോകത്തില് വ്യാകുലത പരത്തുമ്പോ അവരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ മില്ലനെയും ആഫ്റ്റർ മില്ലനെയും യുഗാന്തരം വരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ മറ്റുള്ള ഇൻകാർണേഷനെ പോലെയല്ല, ഭഗവാൻ അവതാരിയാണ്, അവതാരമല്ല. അവതാരി മീൻസ് ഏത് അവതാരങ്ങളാണോ ഏതിൽ നിന്ന് വരുന്നത് അതിനെ അവതാരി എന്ന് പറയുന്നു. സോഴ്സ് ഓഫ് ഓൾ ഇൻകാർണേഷൻസ്. ഭഗവാൻ അവതാരമായിട്ട് വന്നാലും കൂടിയിട്ട് ഈസ് ദ അവതാരി ഹിംസെൽഫ്. നമ്മൾ ഒരാ ഇൻകാർണേഷൻ കൂടി നമ്മൾ അവതാരി എന്ന് പറയും. ആരാണ്? ചൈതന്യ മഹാപ്രഭു. കാരണം ചൈതന്യ മഹാപ്രഭു ഈസ് കൃഷ്ണ ഹിംസെൽഫ്, നോൺ ഡിഫറെന്റ് ഫ്രം കൃഷ്ണ അല്ലേ. അപ്പൊ അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ആരാണ്? അവതാരിയാണ്, മീൻസ് സോഴ്സ് ഓഫ് ഓൾ ഇൻകാർണേഷൻ. ഒരു വേഷം മാറി വന്നത് മാത്രമേ ഉള്ളൂ, ബട്ട് പേഴ്സൺ ഇസ് സെയിം. ഇപ്പോ നാളെ ഞാൻ ഒരു പോലീസ് വേഷത്തിൽ വന്നാൽ ഞാൻ അല്ലാതെ ആവുന്നുണ്ടോ? ഞാൻ ഡോക്ടറുടെ വേഷത്തിൽ വന്നാൽ ഞാൻ അല്ലാതെ ആവുന്നുണ്ടോ? ഇല്ല. ഐ റിമെയിൻ ദ സെയിം. അതേപോലെ ഭഗവാൻ ഒരു സന്യാസ വേഷം എടുത്ത് വന്നു, ഭഗവാൻ തന്നെയാണ്. അതേപോലെ ചന്നവതാരം എടുത്തു വന്നു മാത്രമേ. സോ ഈസ് ദ പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ. രാധാറാണിന്റെ മുകളില് രാധാറാണി എന്താണോ അനുഭവിക്കുന്നത്, എന്ത് എക്സ്റ്റസിയാണോ അനുഭവിക്കുന്നത്, അത് നുകരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈസ് ദ സെയിം. മറ്റൊരു അങ്ങനെയല്ല. ഇപ്പോ ഏതൊരു അവതാരത്തിൽ നരസിംഹ, വാമന, വരാഹ, കൂർമ, മത്സ്യ, രാമ എന്നെല്ലാം ഭഗവാന്റെ ഇൻകാർണേഷനാണ്. എന്താണ് ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ? അവതരിക്കുന്നത് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക. ഫ്രം ഹയർ റെൽ കമ്മിങ് ഡൗൺ ടു ദ ലോവർ റെൽ. അവതരിക്കുക, അതാണ് അവതാരം. അപ്പോ ആരോഹണം അവരോഹണം കേട്ടില്ലേ? ആരോഹണം എന്ന് പറഞ്ഞാൽ താഴ്ന്ന് മുകളിലേക്ക് അല്ലെ അതെ. അവരോഹണം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക്, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്. അപ്പോ വൺ ഹു ഡിസെൻഡ്സ് ഫ്രം ദ സ്പിരിച്വൽ വേൾഡ് ടു ദ മെറ്റീരിയൽ വേൾഡ് ഈസ് കോൾഡ് അവതാരം. അത് ഭഗവാന്റെ എന്താണ് പറയുന്നത്? ഏതേച്ഛ അംശ കല പുംസ.
ഭഗവാന്റെ പോർഷൻ ഓഫ് ദ പോർഷൻ ഓഫ് ദ പോർഷൻ അങ്ങനെയാണ് അതൊക്കെ ഈ എക്സ്പാൻഷൻസ്. ഭഗവാന്റെ ഫസ്റ്റ് എക്സ്പാൻഷൻ ആരാണ്? ബലറാമിന് ചതുർവ്യൂഹ, പിന്നെ നാരായണൻ, പിന്നെ ചതുർവ്യൂഹ, പിന്നെ അതിൽ നിന്നാണ് മഹാവിഷ്ണു വരുന്നത്. അപ്പൊ അതെന്താണ്? അതൊക്കെ എക്സ്പാൻഷൻ ഓഫ് ദ എക്സ്പാൻഷൻ. ഈ ഭഗവാൻ സ്വയമല്ല, പക്ഷേ കലികാലത്തിലെ ദ്വാപരയുഗത്തിന്റെ അവസാനത്തില് ഭഗവാൻ പൂർണ്ണമായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഇറങ്ങി വരുന്നു. അപ്പൊ ഭഗവാൻ എത്ര തവണ വരുന്നുണ്ട് ഈ ഭൂലോകത്തിൽ? ഏത് സമയത്താണ് വരുന്നത്? ഷെഡ്യൂൾഡ് ഇൻകാർണേഷൻ ഭഗവാന്റെ എപ്പോഴാണ്? പൂർണ്ണ പുരുഷോത്തം ശ്രീകൃഷ്ണ ഭഗവാൻ വരുന്നത് എപ്പോഴാണ്? 28ാമത്തെ ചതുർയുഗം അതാണോ പ്രഭു? 28ാമത്തെ അറിയാം, അത് ശരിയാണ്. 28ാമത് എന്ത്? 28ാമത്തെ ചതുർയുഗാണോ പ്രഭു? ഓക്കെ, 28ാമത്തെ ചതുർയുഗം. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യൂ. എന്താണ് 28ാമത്തെ ചതുർയുഗം? എപ്പോൾ, എങ്ങനെ വരുന്നു? ബ്രഹ്മാവിന്റെ ഒരു ദിവസം ഒരു കൽപ്പം എന്ന് പറയുന്നു. ഒരു കൽപ്പത്തില് എത്ര മനുക്കളുണ്ട്? 14 14 അല്ലെ? 14 മനുക്കളുണ്ട്. അപ്പോ ഒരു ദിവസം പറഞ്ഞാൽ 12 മണിക്കൂർ ബ്രഹ്മാവിന്റെ പകൽ ദിവസം. അതില് 14 മണിക്കൂർ വരുന്നു. അപ്പോ ഒരു ബ്രഹ്മാവിന്റെ ഒരു ലൈഫ് ഡ്യൂറേഷനിൽ എത്ര മണിക്കൂറുണ്ടായിരിക്കും? 504,000 അല്ലേ? അപ്പൊ ഒരു ദിവസം 14. അപ്പൊ ഓരോ മനുവിന്റെ കാലയളവ് എത്രയാണ്? 1000 ചതുർയുഗമാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. അപ്പോ 1000 ഡിവൈഡഡ് ബൈ 14 എത്ര കിട്ടുക? 71 ചതുർയുഗം അല്ലെങ്കിൽ മഹായുഗം അല്ലെങ്കിൽ ദിവ്യയുഗമാണ് ഒരു മന്വന്തരം. നമ്മൾ ഏത് മന്വന്തരത്തിലാണിപ്പോ? വൈവസ്വത മനു അല്ലെ? ആ വൈവസ്വത മനുവിന്റെ 28ാമത്തെ ദിവ്യയുഗ സൈക്കിളിലാണ് നമ്മൾ. എത്രാമത്തെ? അത് കവിരൂപ മാതാജി പറഞ്ഞ് 28. അതാണ് 28 യുഗ സൈക്കിൾ. അപ്പൊ നമുക്ക് ഇപ്പോ വൈവസ്വത മനുവിന്റെ റൂളിംഗ് സമയത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് 6 മനുക്കൾ കഴിഞ്ഞു, ഇത് 7ാമത്തെയാണ്. അപ്പോ ബ്രഹ്മാവിന്റെ ഉച്ച സമയമാണ് ഇപ്പോ. 14 ആണെങ്കിൽ ഇത് 7ാമത്തെ അല്ലേ? അപ്പൊ 12 മണിക്കൂർ, രാവിലെ 9 to 6, വൈകുന്നേരം 6 to 12 മണിക്കൂർ അല്ലെ? ഇപ്പൊ ബ്രഹ്മാവിന്റെ എന്താ സമയം? ഉച്ച, ഊണ് കഴിക്കുന്ന സമയമാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പോ ആ 28ാമത്തെ യുഗ സൈക്കിളിലെ ദ്വാപരയുഗത്തിന്റെ അവസാനത്തില് ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നു. അതിന് ശേഷമുള്ള ഇമ്മീഡിയറ്റ്ലി അതിന് ശേഷമുള്ള കലിയുഗത്തില് ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും ബ്രഹ്മാവിന്റെ ദിവസത്തിൽ ഒരു പ്രാവശ്യം വരുള്ളൂ. ബാക്കി എല്ലാവരും എക്സ്പാൻഷൻസ് ഇൻകാർണേഷൻ വന്നു പോയിക്കൊണ്ടിരിക്കും അവരുടെ ഷെഡ്യൂൾഡ് ഇന്റർവെല്ല്. ഭഗവാൻ കൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും വരുന്നത് ബ്രഹ്മാവിന്റെ ദിവസത്തില് ഒരു പ്രാവശ്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഈ പർട്ടിക്കുലർ ഡേയില് അത് 28 സൈക്കിളിന്റെ ആ സൈക്കിളിന്റെ 28 യുഗ സൈക്കിളിന്റെ ദ്വാപര യുഗത്തിന്റെ അവസാനമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ഭാഗ്യവന്മാരാണ്. ഭഗവാൻ ജനിച്ചിട്ടുള്ള അതേ യുഗ സൈക്കിൾ നമ്മൾ അതേ ദ്വാപരയുഗത്തിന്റെ ഇമ്മീഡിയറ്റ്ലി ഉള്ള കലിയുഗത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. അതിന്റെ 5000 വർഷം മുമ്പ്. ഇനി ഭഗവാനെ കാണുന്നുണ്ടെങ്കിൽ അടുത്ത കൽപ്പത്തിന് കാത്തിക്കണം. അടുത്ത കൽപ്പം എന്ന് പറഞ്ഞാൽ ഇനി 7 മന്വന്തരങ്ങൾ കഴിയണം. അപ്പോ 7 മന്വന്തരം പറഞ്ഞാൽ 7 into 72 യുഗ സൈക്കിൾ. ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര ഭാഗ്യവന്മാരാണ്. ഭഗവാൻ ജനിച്ചിട്ടുള്ള അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ആണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. ഫ്രഷാണ് നമ്മളൊക്കെ. അത് മാത്രമല്ല, ചൈതന്യ മഹാപ്രഭു ജനിച്ചിട്ട്, അതായത് അവതരിച്ചിട്ട് 520 വർഷം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ.
അതും ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ജനിച്ച ആ സമയത്താണ് നമ്മളുടെ ജന്മം, മനുഷ്യരായിട്ട്. അതും മൃഗങ്ങളായിട്ട് ജനിച്ചിട്ട് കാര്യമില്ല, മനുഷ്യരായിട്ട് ജനിച്ചാലേ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത് യഥേച്ഛാംശ കലാപുംസ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ കൃഷ്ണനാണ് സ്വയം ഭഗവാൻ, ബാക്കിയെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്, അംശങ്ങളാണ്, എക്സ്പാൻഷൻസ് ആണ്, ഇൻകാർണേഷൻ എന്ത് വേണമെന്ന് പറയാം. So all these incarnations are either plenary portions or portions of the plenary portions of the Lord. But Lord Sri Krishna is the original personality of Godhead himself. In every age, he protects the world through these different features when the world is disturbed by the enemies of Indra. എപ്പോഴൊക്കെ അസുരന്മാർ വരുന്നു, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഡിവോട്ടിയാണ്, സുരന്മാരാണ്. അപ്പൊ ആ സുരന്മാരെ എപ്പോഴാണ് ശല്യപ്പെടുത്തുന്നത് അസുരന്മാരെ, അപ്പോഴൊക്കെ ഭഗവാൻ സ്വയമോ അല്ലെങ്കിൽ ഭഗവാന്റെ എക്സ്പാൻഷൻസോ അല്ലെങ്കിൽ ഇൻകാർണേഷൻസോ. അപ്പൊ ഇവിടെ ഭൗതിക ലോകം പറഞ്ഞ ഇൻകാർണേഷൻ എന്ന് പറയുന്നു, ആധ്യാത്മിക ലോകത്തിൽ അത് എക്സ്പാൻഷൻ ആവുന്നു, അവിടെ ഇൻകാർണേഷൻ അല്ല. വ്യത്യാസം മനസ്സിലായോ? ഇവിടെ അവതരിക്കുകയാണ്, മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. ഭൗതിക ലോകത്തിൽ അത് ഇൻകാർണേഷൻ. അപ്പൊ ഭഗവാൻ ലോർഡ് ബൽറാം അത് ഇൻകാർണേഷൻ അല്ല, ലോർഡ് ബൽറാം ഈസ് എക്സ്പാൻഷൻ. ആണ് വ്യത്യാസം. So in the famous Govinda prayers in the Brahma Samhita, Lord Brahma teaches the same conclusive truth or Siddhanta, namely that all incarnations of God, all demigods, as well as all the material and spiritual worlds and their constitutional elements originate from Lord Krishna or Govinda, Govindamadi Purusham Tamaham Bhaja. Ishvara Parama Krishna Satchidananda Vigraha Anadiradir Govinda Sarva Karana Karanam. ബ്രഹ്മാവ് സൃഷ്ടിയുടെ ആരംഭത്തില് ഉള്ള ആളാണ് അല്ലെ. ആ സമയത്ത് ബ്രഹ്മാവിന് യാതൊരു അറിവുമില്ല. ആ ബ്രഹ്മാവിനെ അറിവ് പകർന്നു കൊടുത്ത ആരാണ്? ഭഗവാൻ. ആരുടെ രൂപത്തില്? ഭഗവാൻ. എങ്ങനെയാണ് ബ്രഹ്മാവിന് അറിവ് പറഞ്ഞ്? ആരുടെ രൂപത്തില്? ഏത് എക്സ്പാൻഷനില്? വേനാണോ പ്രഭു? ബ്രഹ്മാവിന്റെ ജനനം എവിടെ നിന്നാണ്? വിഷ്ണുവിൽ നിന്ന്. ആരുടെ നാഭിയിൽ നിന്ന്? ഗർഭോസായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന്. അപ്പൊ അദ്ദേഹത്തിന് വേദങ്ങൾ ആര് പറഞ്ഞു കൊടുത്തു? ഭഗവാൻ. ഏത് ഭഗവാൻ? ഗർഭോസായി വിഷ്ണു അല്ലെ. ഗർഭോദസായി വിഷ്ണുവിന്റെ നാഭിൽ നിന്ന് ഒരു താമര വളർന്നു. ആ താമരയില് ബ്രഹ്മാവിന്റെ ജന്മം. ബ്രഹ്മാവ് എല്ലാ സ്ഥലത്തും നോക്കി ഇരുട്ട് മാത്രം, ഒന്നും അറിയുന്നില്ല. ഞാൻ ആരാണ്, എവിടുന്ന് വരുന്നു, എന്നാണ് എന്റെ ഉദ്ദേശം ഒന്നും അറിയുന്നില്ല. അപ്പോ ബ്രഹ്മാവ് ആ നാഭിയുടെ ആ സ്റ്റെമ്മിന്റെ ഇതിലൂടെ താഴേക്ക് ഇറങ്ങിപ്പോയി കുറെ സഞ്ചരിച്ചു. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവസാനം തിരിച്ചു വന്നു മുകളിലേക്ക്. ഞാൻ ആരാണ് ഒന്നും അറിയാണ്ട്. അപ്പോഴാണ് ഭഗവാന്റെ അശരീരം കേൾക്കുന്നത്. അല്ലെ. അപ്പൊ അങ്ങനെ ബ്രഹ്മാവ് 100 celestial years തപസ് ചെയ്തു. അതിനുശേഷമാണ് തേനെ ബ്രഹ്മഹൃദയാദി കവയെ, ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്ക് ഭഗവാൻ ഈ വേണ്ടുന്ന നോളജ് എല്ലാം പകർന്നു കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ സീഡ് വേഴ്സസ് ആണ് ഭാഗവത്തിലെ ചതുശ്ലോകി. അതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ശ്ലോകങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അത് എക്സ്പാൻഡ് ചെയ്ത് അപ്പൊ ഈ 4 ശ്ലോകത്തിൽ നിന്നാണ് ബ്രഹ്മാവിന് ഈ നോളജ് കിട്ടിയിരിക്കുന്നത്. കംപ്ലീറ്റ് വേദങ്ങളെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ എക്സ്പാൻഡഡ്. ആ ബ്രഹ്മാവ് ആർക്ക് കൊടുത്തു? തന്റെ മകനായിട്ടുള്ള നാരദ മഹർഷിക്ക് കൊടുത്തു. നാരദ മഹർഷി ആർക്ക് കൊടുത്തു? വ്യാസദേവൻ, സുഖദേവൻ. അങ്ങനെ ഡിസിപ്ലിൻ സസഷന് പരമ്പരാഗതമായിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ നോളജ് പരമ്പരാഗതമായിട്ട്
അൺബ്രോക്കൺ ചെയിൻ ഓഫ് ഡിസിപ്ലിൻ സക്സഷനിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോ എക്സ്പാൻഷന്റെ അവസാനം മഹാവിഷ്ണു വന്നെത്തും. മഹാവിഷ്ണു വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നു. ഗർഭോസായ വിഷ്ണു വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നു. എത്ര പരമാത്മാവുണ്ട്? ബേസിക്കലി എത്ര പരമാത്മാവുണ്ട്? എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും പരമാത്മാവ് ഇരിക്കുന്നില്ലേ പ്രഭു? ഉണ്ട്, ശരിയാണ്. പക്ഷെ എത്ര പരമാത്മാവുണ്ട് ബേസിക്കലി? പറയാൻ പറ്റും പ്രഭു. കവിരൂപ മാതാജി. പരമാത്മാവ് എല്ലാവരും സാക്ഷിയായിരിക്കും. ഒന്നല്ല. സുഭാഷിണി മാതാജി പറഞ്ഞത് ഒരു ആംഗിളിന് ശരിയാണ്. പക്ഷെ 3 പരമാത്മാവാണ്. ആരാണ്? കാരണോദസായ വിഷ്ണു, ഗർഭോസായ വിഷ്ണു, ക്ഷീരോസായ വിഷ്ണു. ഓക്കെ, അവരാണ് പിന്നെ ഫർദർ എക്സ്പാൻഡ് ചെയ്യുന്നത്. ബേസിക്കലി 3 പേര്. അവരാണ് പുരുഷാവതാരം. എല്ലാ യൂണിവേഴ്സസിന്റെയും പരമാത്മാവാരാണ്? കാരണോസായ വിഷ്ണു, മഹാവിഷ്ണു. ഓരോ യൂണിവേഴ്സിന്റെയും പരമാത്മാവാരാണ്? ഗർഭോസായ വിഷ്ണു. ഓരോ ആറ്റമിനും പരമാത്മാവാരാണ്? ക്ഷീരോസായ വിഷ്ണു. അപ്പൊ എത്ര പരമാത്മാവുണ്ട്? 3 അല്ലേ? അപ്പോ എല്ലാ യൂണിവേഴ്സിന്റെയും പരമാത്മാവ് കാരണോസായ വിഷ്ണു അല്ലെങ്കിൽ വിഷ്ണു. ഓരോ പെർട്ടിക്കുലർ യൂണിവേഴ്സിന്റെയും പരമാത്മാവ് അദ്ദേഹത്തിന്റെ എക്സ്പാൻഷൻ ആയിട്ടുള്ള ഗർഭോസായ വിഷ്ണു. ആറ്റമിലും ഓരോ ലിവിങ് എൻറ്റിറ്റിലും ഓരോ ആറ്റമിലും പരമാത്മാവ് അദ്ദേഹത്തിന്റെ എക്സ്പാൻഷൻ ആയിട്ടുള്ള ക്ഷീരോസായ വിഷ്ണു. അങ്ങനെ ഇതിനായിട്ട് ഇതാണ് പുരുഷാവതാരം. എത്ര തരത്തിലുള്ള അവതാരങ്ങളുണ്ട്? എന്താ പ്രഭു? എത്ര തരത്തിലുള്ള അവതാരങ്ങളുണ്ട്? ഗുണാവതാരം അതൊക്കെയല്ലേ പ്രഭു? എത്ര കാറ്റഗറീസ് ഉണ്ട്? 6. ഏതൊക്കെയാണ്? ഡിവിഷനാണുണ്ടോ? ഏതൊക്കെയാണ്? ലീലാവതാരം പറയും, അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോന്ന് പറയും. ശക്തിയാവേശ അവതാരം 3 എണ്ണയില്ലേ പ്രഭു? ശക്തിയാവേശ അവതാരം, ഗുണാവതാരം, ലീലാവതാരം, പുരുഷാവതാരം, യുഗാവതാരം, മന്വന്തരാവതാരം. അല്ലേ? 6 കാറ്റഗറീസ്, 6 കാറ്റഗറീസ്. ഓക്കെ, ഏതൊക്കെയാ ലീലാവതാരങ്ങള്? ഭാഗവതത്തിലെ ആദ്യത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തില് 22 അവതാരങ്ങളെ പറ്റി പറയുന്നത്. ഇതെല്ലാം ലീലാവതാരങ്ങളാണ്. ചില അവതാരങ്ങള് മൾട്ടിപ്പിൾ കാറ്റഗറിയിൽ വരും. ഉദാഹരണം പറയൂ. നരസിംഹാവതാരം ശക്തിയാവേശ അവതാരമാണ്, ലീലാവതാരമാണ്. അല്ല, നരസിംഹാവതാരം ശക്തിയാവേശ അവതാരമല്ല. നരസിംഹാവതാരം ഏതവതാര പ്രഭു? ലീലാവതാരം. അതൊക്കെ ലീലാവതാരം. പരശുരാമനോ? പരശുരാമൻ ശക്തിയാവേശ അവതാരം. രണ്ടും കൂടി ഓരോ ഇത് വരുന്നതാണോ ചോദിച്ച പ്രഭു? ചില അവതാരങ്ങൾ 2 കാറ്റഗറിയിലും പെടുന്ന അവതാരമുണ്ട്. ശ്രീരാമസ്വാമി പുരുഷാവതാരമാണ്, ഗുണാവതാരം അങ്ങനെ അറിയില്ല പ്രഭു. മാതാജി പറഞ്ഞു. വിഷ്ണു പുരുഷാവതാരമാണ്, അതേ വിഷ്ണു ഗുണാവതാരമാണ്. അല്ലെ? ബ്രഹ്മ വിഷ്ണു മഹേശ്വര, അതിൽ വിഷ്ണു ഉണ്ട്. ആ വിഷ്ണു പുരുഷാവതാരമാണ്, ഗുണാവതാരമുണ്ട്. അതേപോലെ ശക്തി ആവേശ അവതാരം,
ഭഗവാൻ സ്വയം വരുന്നുണ്ട്, ഭഗവാൻ ജീവാത്മാവിനെ എംപവർ ചെയ്യുന്നുണ്ട്. സൂര്യനാരായണൻ, നാരായണൻ, അതായത് ഈ പോസ്റ്റിന് ഉതകുന്ന എലിജിബിൾ ആയിട്ടുള്ള ഒരു ജീവാത്മാവിനെ കിട്ടുന്നില്ലെങ്കിൽ ഭഗവാൻ ഇന്ദ്രൻ ബ്രഹ്മാവായിട്ട് വരും അല്ലെ. മന്വന്തരാവതാരത്തില് ഭഗവാൻ സ്വയം വരും, ചിലപ്പോൾ ജീവാത്മാക്കളെ എംപവർ ചെയ്യും. ശക്തിയാവേശ അവതാരത്തില് വ്യാസദേവൻ സ്വയം ശക്തിയാവേശ അവതാരം. ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള വ്യാസദേവൻ, വ്യാസൻ എന്ന് പറഞ്ഞ എന്താണ്? ടൈറ്റിലാണത്. വ്യാസൻ എന്നുള്ളത് ടൈറ്റിലാണ്. അപ്പൊ ഈ ദ്വാപരയുഗത്തില് ഭഗവാൻ ഭഗവാൻ ഇറങ്ങി വന്ന സമയത്തുള്ള വ്യാസദേവന്റെ പേരാണ് കൃഷ്ണദ്വൈപായന വ്യാസൻ. അപ്പൊ കൃഷ്ണദ്വൈപായന എന്നുള്ളതാണ് പേര്. വ്യാസന്മാർ ഒരുപാടുണ്ട്. എല്ലാ ദ്വാപരയുഗത്തിന്റെ അവസാനത്തും വ്യാസദേവൻ അവതരിക്കും. പക്ഷെ ഇവിടെ ഈ സമയത്ത് സ്വയം ഭഗവാനാണ് അവതരിച്ചിരിക്കുന്നത്, കൃഷ്ണദ്വൈപായന വ്യാസൻ. അപ്പോ വ്യാസദേവൻ ഒരു ജീവാത്മാവിനെ എംപവർ ചെയ്യാം, സ്വയം ഭഗവാൻ ഇറങ്ങി വരാം. ഇന്ദ്രന്റെ അതേപോലെ ബ്രഹ്മാവിന്റെ ഈ പോസ്റ്റിന് ഒരു ജീവാത്മാവിന്റെ ഒരു അഭാവം ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് ഓക്യുപ്പൈ ചെയ്യാനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ജീവാത്മാവില്ലെങ്കിൽ ഭഗവാൻ സ്വയം ഏറ്റെടുക്കും ആ പോസ്റ്റ്. ഭഗവാൻ സ്വയം ആ പോസ്റ്റ് ഏറ്റെടുക്കും. അപ്പൊ ചില സമയത്ത് നമ്മൾ സൂര്യനാരായണ വെൽഡിസ്, അപ്പോ ആ സൂര്യനാരായണൻ എന്ന് പറയുന്നത് ഭഗവാൻ സ്വയം ഇറങ്ങി വന്നിട്ട് ആ പോസ്റ്റ് സ്വീകരിക്കുന്നതാണ്. അതിന് യോഗ്യതയുള്ള ഒരു ജീവാത്മാവ് ഇല്ലാത്ത സമയത്ത് ഭഗവാൻ ബ്രഹ്മാവായിട്ട് വന്നിട്ടുണ്ട്, ഇന്ദ്രനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ വ്യാസദേവന്റെ അവതാരം എല്ലാ ദ്വാപരയുഗത്തിലുണ്ട്. അപ്പൊ കൃഷ്ണൻ സ്വയം വ്യാസദേവനായിട്ട് വന്ന് കൃഷ്ണദ്വൈപായന വ്യാസൻ. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെയാണ് ഒരുപാട് ജീവാത്മാവിനെ എംപവർ ചെയ്യുമ്പോൾ ശ്രീല പ്രഭുപാദർ നമ്മളുടെ സംബന്ധിച്ചോളം അദ്ദേഹം ശക്തി ആവേശ അവതാരമാണ്. ഒരു ജീവാത്മാവിനെ എംപവർ ചെയ്യുന്നു ഭഗവാൻ തന്റെ ഒരു പെർട്ടിക്കുലർ മിഷൻ നടത്താൻ വേണ്ടിയിട്ട്. സോ as far as we are concerned, he is a ശക്തി ആവേശ അവതാരം. ശക്തി ആവേശം എംപവർ ചെയ്യുക, അതാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് അവതാരങ്ങളുണ്ട്. അതിലത്തെ എല്ലാ അവതാരങ്ങളിലും കൃഷ്ണ ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞാൽ സ്വയം ഭഗവാനാണ്. അതാണ് ഇവിടെ കുലശേഖര ആർവാളിന്റെ പർപ്പോട്ടില്. ഇതാരാണ് ഇതിനെ തർജ്ജമ ചെയ്തിരിക്കുന്നത് അറിയോ? ഈ മുകുന്ദമാല 5-6 ശ്ലോകം മാത്രമേ പ്രഭാത ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ആരാണ് ഈ ദൗത്യം ഏറ്റെടുത്തത്, ഇതിനെ മുഴുമിച്ചത്? അറിയില്ല. പ്രഭാത ലീലാമൃത എഴുതിയത് ആരാണ്? സത്സ്വരൂപ് ഗോസ്വാമി മഹാരാജ്, അദ്ദേഹമാണ് പ്രഭാതരെ വൺ ഓഫ് ദ സീനിയർ ഡിസൈപ്പിൾസ്. ആരെങ്കിലും പ്രഭാത ലീലാമൃത വായിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കണം. ഓക്കെ, അത് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രഭാതയുടെ വാല്യൂ അറിയുള്ളൂ. പ്രഭാതോടുള്ള ആ ഒരു പ്രേമം തോന്നുള്ളൂ, സ്നേഹമല്ല പ്രേമം. പ്രഭാതയെ അറിയണമെങ്കിൽ പ്രഭാതരെ ആ ലീലാമൃത വായിക്കണം. എന്നാൽ മാത്രമേ പ്രഭുപാദരുടെ മഹത്വം, ആ പ്രഭുപാദോടുള്ള ആ ഒരു അഫെക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ എഴുതിയ മഹാരാജാണ് സത്സ്വരൂപദാസ് ഗോസ്വാമി മഹാരാജ്. അദ്ദേഹമാണ് ഈ 53 ശ്ലോകത്തിലെ ആദ്യത്തെ 5-6 പ്രഭുപാദ ട്രാൻസ്ലേറ്റ് ചെയ്തു. പ്രഭുപാദയ്ക്ക് സമയം വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഭാഗവതം അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അത് ചെയ്തു തീർക്കണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം 6 കഴിഞ്ഞിട്ട് നിർത്തി. മുഴുവനും ട്രാൻസ്ലേറ്റ് ചെയ്ത് പിന്നെ സത്സ്വരൂപ് ദാസ് ഗോസ്വാമി മഹാരാജ്. സോ എന്റെ പറഞ്ഞു വന്നത് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാഘവ ഗോവിന്ദ സർവകാരണം. അപ്പൊ ആരാണ് ഈശ്വരൻ? പരംകൃഷ്ണൻ, പരമീശ്വരൻ കൃഷ്ണനാണ്. സോഴ്സ് മതഃ പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോതം സൂത്രേ മണിഗണൈവ. ഞാനല്ലാതെ വേറൊരു സത്യമില്ല. ആർക്കങ്ങനെ പറയാൻ പറ്റുക? എങ്ങനെ
ബോൾഡ്ലി ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്ന ആള് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഗണപതിക്ക് പറയാൻ പറ്റുമോ? ശിവഭഗവാന് പറയാൻ പറ്റുമോ? ബ്രഹ്മാവിന് പറയാൻ പറ്റുമോ? ഇന്ദ്രന് പറയാൻ പറ്റുമോ? പറ്റില്ല. അന്യത്, ഞാനല്ലാണ്ട് വേറെ സത്യമില്ല, ഞാനാണ് പരമസത്യം. സർവമിതം പ്രോതം സൂത്രമണി, എല്ലാവരും എന്നെ ആശ്രയിച്ചിരിക്കുന്നു. എങ്ങനെ ഒരു മുത്തുമാലയില് മുത്ത് എങ്ങനെ കോർത്തിണക്കി അത് ചിന്തിച്ചേറാതെ ഒരു ഭാഗത്ത് ആ നൂല് കാണുന്നില്ല നമ്മള്, അല്ലെ? ഒരു മുത്തുമാലയിലത്തെ നൂല് നമ്മൾ കാണുന്നില്ല, മുത്ത് മാത്രമേ. അപ്പൊ നമുക്ക് ഭഗവാനെ കാണുന്നത്, ഭഗവാൻ ഇൻവിസിബിൾ ആണ് നമ്മുടെ നേക്കഡ് ഐസിന്. പക്ഷെ ഭഗവാൻ ഇല്ലാണ്ട് ആ മുത്തുമാല മാലയായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തിന് നമ്മളെ ഓരോരുത്തരും ഇണക്കി കൊണ്ടുപോകുന്നത് ഭഗവാന്റെ ശക്തിയാണ്. ആ ഭഗവാൻ ഇൻവിസിബിൾ ആണ്, നമുക്ക് ഭഗവാൻ കാണുന്നില്ല. ഈശ്വര പരമകൃഷ്ണ അദ്ദേഹത്തിന്റെ സച്ചിദാനന്ദമാണ്, അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അദ്ദേഹത്തിന്റെ ഇത് നമ്മുടെ ശരീരം എന്ന് ധരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാം സച്ചിദാനന്ദമാണ്, സച്ചിത് ആനന്ദം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് അനാദിർ ആദിർ. അനാദിർ പറഞ്ഞാൽ നോ ബിഗിനിങ്, നോ ബിഗിനിങ്. എന്തൊരു സാധനത്തിന് ബിഗിനിങ് ഉണ്ടോ അതിന് അന്ത്യമുണ്ടായിരിക്കും, എൻഡിങ് ഉണ്ടായിരിക്കും. Where there is a beginning, there will be definitely end. And is original. And ആദിറാണ്. എന്താണ് ആദിർ പറഞ്ഞ? ഒറിജിനൽ. ഈസ് ഒറിജിനൽ. അനാദിർ. അദ്ദേഹത്തിന്റെ പറഞ്ഞ ഗോവിന്ദ. ഗോവിന്ദ പറഞ്ഞാൽ ഗോക്കൾക്ക് ആനന്ദം പറയുന്നത്, ഗോപികമാർക്ക് ആനന്ദം പറയുന്നത്, ഗോപികമാർക്ക് ആനന്ദം പറയുന്നത്, സെൻസസിന് ആനന്ദം പറയുന്നത്, ഗോവർദ്ധന ആനന്ദം പകരുന്നത്, അല്ലെ? ഇതാണ് ഗോവിന്ദ. ആദ്യം ഗോവിന്ദ. പിന്നെന്താണ്? സർവ്വകാരണ കാരണം, എല്ലാ കാരണത്തിന്റെയും കാരണം. അപ്പൊ അദ്ദേഹത്തിന് ഒരു കാരണം ഉണ്ടെങ്കിൽ അദ്ദേഹം ഭഗവാനാവില്ല. അപ്പോ ഈസ് എ കോസ് ഓഫ് ഓൾ കോസസ്. അതാണ് അവിടെ അൾട്ടിമേറ്റ്, അവിടെയാണ് ഈസ് എ കോസ് ഓഫ് ഓൾ കോസസ്. അപ്പോ അൾട്ടിമേറ്റ്ലി ഈസ് എ കോസ് ഓഫ് ഓൾ കോസസ്. അദ്ദേഹത്തിനൊരു വേറെ കോസ് ഇല്ല. അതാണ് ബ്രഹ്മാവ് ഇവിടെ പറയുന്നത് സൃഷ്ടി സമയത്ത്. അത് ബ്രഹ്മാവിന് ആ വിഷൻ കൊടുക്കുകയാണ്, ഗോലോകത്തില് സ്പിരിച്വൽ വിഷൻ കൊടുക്കുകയാണ് ബ്രഹ്മാവിന്. അപ്പൊ അപ്പോഴാണ് ബ്രഹ്മാവ് ബ്രഹ്മസംഹിത രചിക്കുന്നത്. ഗോലോകത്തിനെ നേരിട്ട് കണ്ടിട്ട് അവിടെ വർണ്ണിക്കുകയാണ്, ഗോലോക വൃന്ദാവനത്തെ വർണ്ണിക്കുകയാണ്. ഗോലോകം എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, അവിടെ ആരൊക്കെയാണ്, എങ്ങനെയാണ് ഭഗവാൻ ഭക്തന്മാരായിട്ട് ഡീൽ ചെയ്യുന്നത്, ഇതിന്റെ കംപ്ലീറ്റ് ഫുൾ ഇതാണ്. അത് ആ ബ്രഹ്മസംഹിതയിലത്തെ 100 അധ്യായമുണ്ട്. അതിലത്തെ 5ാമത്തെ അധ്യായം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതാണ് ചൈതന്യ മഹാപ്രഭു ആദികേശവ ടെമ്പിളിലെ സൗത്ത് ഇന്ത്യൻ ടൂറിൽ പോയപ്പോ കിട്ടിയ ഒരേ ഒരു പുസ്തകം, 5ാമത്തെ അധ്യായം. അങ്ങനെ 100 അധ്യായങ്ങളുണ്ട്. അപ്പൊ ഈ ഒരേ ഒരു 5ാമത്തെ അധ്യായത്തിന് ഇത്രയും ഭഗവാന്റെ ധാമിനെ പറ്റിയും ഭഗവാന്റെ ക്വാളിറ്റിയും ഗുണങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 99 അധ്യായത്തില് എന്തെല്ലാം ഉണ്ടായിരിക്കണം ആലോചിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ബ്രഹ്മസംഹിത, ബ്രഹ്മ പ്രേയസ്. പിന്നെ ബ്രഹ്മാവിന്റെ പ്രേയർ ഭഗവത്ഗീത ഭാഗവതത്തിന്റെ 10ാമത്തെ സ്കന്ധത്തിൽ വീണ്ടും ഉണ്ട്. എപ്പോഴാണത് ബ്രഹ്മ പ്രേയർ? എന്താ പ്രഭു? ബ്രഹ്മ പ്രേയസ് 10ാമത്തെ സ്കന്ധത്തിലുണ്ട്. അതെപ്പോഴാണ് നടക്കുന്നത്? ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ബ്രഹ്മവിമോഹൻ ലീലയുടെ സമയത്ത് ബ്രഹ്മാവിന് അമണി ഭക്തി എന്ന് മനസ്സിലാക്കിയപ്പോ, അല്ലേ? ഇന്ദ്രനെ അമളി പറ്റി, ബ്രഹ്മാവിനെ അമളി പറ്റി, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അമളി പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ബ്രഹ്മാവ് സ്തുതിക്കുന്നുണ്ട്. അതും ബ്യൂട്ടിഫുൾ പ്രേയേഴ്സ്. സോ ഫേമസ് ഗോവിന്ദ പ്രേയേഴ്സ് ബ്രഹ്മസംഹിതയില് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുകയാണ്. ഗോവിന്ദം ആദിപുരുഷം നമഹം ഭജാമി. ആ ഗോവിന്ദൻ ആദിപുരുഷമാണ്. ഈസ് ദ ബിഗിനിംഗ്ലെസ് ഒറിജിനൽ പുരുഷ. പുരുഷ മീൻസ് എൻജോയർ. ഈസ് ദ ഓൺലി എൻജോയർ. നമ്മളെല്ലാം enjoyed. So in text 43, King Kulashekara directly used the name Krishna 9 times. But in the 44, the 43, I done 43.
അപ്പൊ ഇതാണ് ഈ ശ്ലോകത്തിന് directly use the name Krishna 9 times, while in the present, the 44 or 43? ഇത് 44 ഇത് 44 44. ഇതിന്റെ മുമ്പത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. King Kulashekara directly used the name Krishna 9 times, while in the present verse he calls on Krishna by names that refer to his pastimes. ഞാൻ പറഞ്ഞില്ലേ, ഭഗവാന്റെ ലീലകളെ റിഫർ ചെയ്തിട്ടുള്ള പേരുകളാണ് ഇതിലെടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് 9 പ്രാവശ്യം ഇതിനു മുമ്പത്തെ ശ്ലോകത്തില്. ജസ്റ്റ് വിൽ go to that sloka also. Krishno rakshadano jagatraya guru krishnam namadhvam sada krishne nakilas satravo vinhata krishnaya tasmai namaha krishnad eva samuttiram jagadidam krishnasya dasosmiham krishne tishtati vishwamedadavidam ye krishna rakshaswama. എല്ലാം കൃഷ്ണ 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 കൃഷ്ണ. അവിടെ 9 സമയം 9 ടൈമില് ഭഗവാൻ കൃഷ്ണന്റെ പേര് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ആണ് പറയുന്നത്. In text, King Kulashekara directly used the name Krishna 9 times, while in the present verse he calls Krishna by name, different names. മറ്റത് കൃഷ്ണ മാത്രമുണ്ട്, different names connected to his pastime. The names in this verse are all as good as name Krishna, since they all arise from Krishna Leela. ഇതെല്ലാം കൃഷ്ണ ലീലന്ന് ഉത്ഭവിച്ചിട്ടുള്ള പേരുകളാണ്. In which the Lord is known as Gopala, as cowboy, as Kamsantaka, the killer of Kamsa, as Ramananda, the younger brother of Balrama, or as Govinatha, the Lord of the Gopis. Ultimately, all names of God refer to Krishna. For a Krishna devotee, whether God is addressed by the name Krishna or other name, the names of God from other religions, the devotee following the conclusion of Srimad Bhagavatam and the Brahma Samhita always understands that these names ultimately designate the Supreme Personality of God Krishna. അപ്പോൾ നമ്മുടെ ഏത് ഗ്രന്ഥത്തില് ഭഗവാന്റെ ഏത് നാമമായാലും ശരി, ഇവൻ മറ്റുള്ള ഗ്രന്ഥങ്ങളിലാണ് ശരി, അത് ഭഗവാനെയാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ വിൽ അക്സെപ്റ്റ് ഇറ്റ്. We don't discriminate. അതിന് യാതൊരു ഡിസ്ക്രിമിനേഷൻ നമ്മൾ കാണിക്കാറില്ല. അതാണ് നമ്മുടെ പറയുന്നത്, ഈവൻ നെയിംസ് ഓഫ് ഗോഡ് ഫ്രം അതർ റിലീജിയൻസ്, അതിന് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. So Jesus, Son of God, so he is God, Christ. Okay, chant the name of Christ. What is wrong in that? No problem. Christo. കൃഷ്ണ എന്നുള്ള പേരിന്ന് ഡെറൈവ് ചെയ്താണ് ക്രിസ്റ്റോ, കൃഷ്ണ. അത് പറയാറുണ്ട്. So there is no harm. You chant, but chant the God's name, authentic names. So in this verse, we also see a combination of personal devotion and objective appreciation of the Lord. One often finds this in the Vaishnava poetry of the Alvars of South India, of whom Kulashekara is one. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്, പേഴ്സണൽ ഡിവോഷൻ, ഒബ്ജക്റ്റീവ് അപ്രീസിയേഷൻ ഓഫ് ദ ലോർഡ്. ഇത് പൊതുവെ ആൾവാസിന്റെ കമ്പോസിഷൻസിൽ വരുന്നതാണ്. അപ്പൊ എന്താണ് ആൾവാർ? കുലശേഖർ ഈസ് ആൾസോ വൺ ഓഫ് ദ ആൾവാർ, 12 ആൾവാർസ് അല്ലെ. Within a few lines, the Bhakta will praise the Lord for some of his inconceivable awe-inspiring activities, and then exclaim how this same great Lord is his personal Lord in the heart. ഓ, ഭഗവാന്റെ വേറൊരു പേരാണ് ഉത്തമ ശ്ലോക അല്ലെ. ഭഗവാനെ ഉത്തമ ശ്ലോക എന്നും അറിയപ്പെടുന്നു. എന്താ കാരണം? എന്തുകൊണ്ടാണ് ഭഗവാന് ഉത്തമ ശ്ലോക എന്ന പേര് വരാൻ കാരണം? One who is glorified by choicest poems. അതാണ് ഉത്തമ ശ്ലോക. And who can be glorified? Only Krishna. അല്ലെ. അതുകൊണ്ട് ഉത്തമ ശ്ലോക. അപ്പൊ one who is glorified by choicest poem. ഉത്തമ. അപ്പോ ഇവിടെ ആൾവാർസും അതന്നെ ചെയ്യുന്നത്.
ദ ബെസ്റ്റ് ഓഫ് പോയട്രി കൊണ്ട് ബെസ്റ്റ് ഓഫ് നെയിംസ് വെച്ചിട്ട് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. അതിന് ഏത് ലീലയാണോ അതിന് കണക്ക് ഭഗവാൻ ഇഷ്ടം ആ പേരുകള് വെച്ചിട്ട് സ്തുതിക്കുന്നു. ഓക്കെ. മറ്റേ കോളവെച്ച ശ്രീധർ എല്ലാവരോടും ചൈതന്യ മഹാപ്രഭു എല്ലാവർക്കും മഹാപ്രകാശ ലീലയില് അദ്ദേഹത്തിന്റെ ദർശനം കൊടുത്തു ഭഗവാനായിട്ട്. കോലവെച്ചർ ശ്രീധരനും കൊടുത്തു. അറിയാലോ കോലവെച്ചർ ശ്രീധർ ഭഗവാന്റെ ഒരു ഭക്തനാണ്. ഓക്കെ. കോല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റെയിൻ, വാഴ. വാഴയുടെ ഇല കാര്യങ്ങളും പ്രൊഡക്റ്റൊക്കെ വിറ്റ് ജീവിക്കുന്ന ഒരു വളരെ സാധാരണ പാവപ്പെട്ട ധനമില്ലാത്ത ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു ഭക്തനാണ്. പൈസയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ കഴിച്ചു കൊടുക്കുന്ന ഈ ഇല കൊണ്ടുള്ള പ്രൊഡക്ട്സ്, അത് ഇല കൊണ്ട് കപ്പ് ഉണ്ടാക്കും, ഇല കൊണ്ട് വേറെ എന്തെല്ലാം പ്രൊഡക്റ്റ്, അത് ഭഗവാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ബാർഗെയിൻ ചെയ്യും. 5 പൈസ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, ഭയങ്കര മാർജിൻ വെക്കുന്നുണ്ട്. എനിക്ക് 5 പൈസ തരാൻ പറ്റില്ല, ഞാൻ 1 പൈസ തരുള്ളൂ. പിന്നെ 1 പൈസക്ക് എനിക്ക് 1 പൈസ തരാൻ പറ്റില്ല, എനിക്ക് ഫ്രീ ആയിട്ട് വേണം. അങ്ങനെ കളിപ്പിച്ചിട്ട് വളരെ നല്ലൊരു ലീലകളാണ്. എന്നിട്ട് കോളവെച്ച ശ്രീധർ പറയും, എന്തിനാണ് എന്നെ കളിപ്പിക്കുന്നത്, ഈ പാവത്തിനെ എന്നെ കളിപ്പിക്കുന്നത്, എനിക്ക് ആകെ കിട്ടുന്ന ഇത്ര പൈസയുള്ളൂ, അത് ഞാൻ കൽവാറിലേക്കും അതിനൊക്കെ ഉപയോഗിക്കുന്നു, ബാക്കി കുറച്ച് പറയുന്ന പൈസയാണ് എന്റെ ജീവിതം, ഞാൻ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട്. അങ്ങനെ എപ്പോഴും ബാർഗെയിൻ ചെയ്യും, എന്നിട്ട് വെറുതെ കൊടുക്കും. അങ്ങനെ ഉള്ള ലീലകള്. അപ്പോൾ ഭഗവാന്റെ ആ മഹാപ്രകാശ ലീല സമയത്ത് ഭഗവാന്റെ സ്വയം രൂപം കാണിച്ചു കൊടുത്തു ചൈതന്യ മഹാപ്രഭു. എന്നിട്ട് ചോദിക്കാൻ പറഞ്ഞു, എന്ത് വരമാണ് വേണ്ടത്? അപ്പോ കോലവെച്ച ശ്രീധർ പറഞ്ഞു, എനിക്ക് ഒരു വരം ആവശ്യമില്ല, എനിക്ക് എപ്പോഴും എൻ്റെ ഹൃദയത്തില് ഈ ലീലകൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. ഏത് ലീല? എപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് ആ കുസൃതി കാണിച്ചിട്ട് ബാർഗെയിൻ ചെയ്തിട്ടുള്ള ആ ലീലകളുള്ള ആ നിമായാണ് എനിക്ക് എപ്പോഴും വേണ്ടത് എൻ്റെ ഹൃദയത്തില്. അതാണ് എനിക്കുള്ളത്, എനിക്ക് അല്ലാണ്ട് വേറെ ഒരു വരം വേണ്ടത്. അതാണ് ഭഗവാന്റെ ആ ദർശനം കിട്ടുമ്പോൾ നമുക്ക് ഭൗതിക തലത്തിലുള്ള ഒരു ഇച്ഛയും ബാക്കി ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും എനിക്ക് ഇത്ര കോടി പൈസ വേണം, ഇത്ര നല്ല വീട് വേണം, അത് വേണം, ഇത് വേണം. പക്ഷെ അതെല്ലാം ധ്രുവ മഹാരാജ് പറയുന്ന ബ്രോക്കൺ പീസസ് ഓഫ് ഗ്ലാസ് ആണ് ഭഗവാന്റെ ദർശനം കിട്ടുമ്പോൾ. ധ്രുവ മഹാരാജും അങ്ങനെ വലിയ വലിയ മെറ്റീരിയൽ ആംബിഷൻ വെച്ചിട്ട് പോയതാണ് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാട്ടില്. നാരദ മഹർഷി ഡിസ്കറേജ് ചെയ്തു, ഈ വയസ്സിന് കുട്ടികള് കാട്ടില് തപസ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ നാരദ മഹർഷി നിങ്ങൾക്ക് എനിക്ക് വഴി പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ വഴി പറഞ്ഞുതരാം, അല്ലെങ്കിൽ എന്റെ വഴിയില് ബാധ ഉണ്ടാക്കരുത്. ഐ ആം ഡിറ്റർമിൻഡ് ടു സീ ദ ലോർഡ്, ടു ഗെറ്റ് ദ ഓഡിയൻസ് ഓഫ് ദ ലോർഡ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഈ 5 വയസ്സുള്ള ബാലന്റെ ഡിറ്റർമിനേഷൻ എന്താണെന്ന്. എന്നിട്ട് മന്ത്രം പറഞ്ഞു കൊടുത്തു. 6 മാസം കൊണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു, എല്ലാവർക്കും പേടി തോന്നി ഇദ്ദേഹത്തിന്റെ ഈ ഘോരമായിട്ടുള്ള തപസ്. ഭഗവാൻ ഇറങ്ങി വന്നു, ദർശനം കൊടുത്തപ്പോഴാണ് പറയുന്നത്, എനിക്ക് യാതൊരു ആംബിഷനും ഒരു ഇച്ഛയും ഒരു ആഗ്രഹമില്ല, ഇത് മതി, ദാറ്റ്സ് ഇനഫ്. ഞാൻ വന്നത് എന്തിനാണ്? ബ്രോക്കൺ പീസസ് ഓഫ് ഗ്ലാസ് കൊണ്ട് ആ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണ്. പക്ഷെ എനിക്ക് ദിവ്യരത്നം എനിക്ക് കിട്ടി, എനിക്ക് വേറെ യാതൊരു ആഗ്രഹമില്ല. അതാണ് ഭഗവാന്റെ ദർശനം കിട്ടിയാലുള്ളത്. അത് ശരിക്കുള്ള ഭക്തന്മാർക്ക് മാത്രമേ അത് മനസ്സിലാവൂ, നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നമ്മൾ എപ്പോഴും ഭഗവാന്റെ പ്രാപ്തി, ഭഗവാന്റെ പ്രേമം, കൃഷ്ണപ്രേമം, ഇതെല്ലാം സെക്കൻഡറി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളുടെ പ്രൈമറി ഇപ്പോഴും നമ്മളുടെ ഭൗതിക ജീവിതമാണ്, നമ്മുടെ നെയിം, ഫെയിം, പൊസിഷൻസ്, അതാണ് നമുക്ക് പ്രയോറിറ്റി. അതുകൊണ്ട് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ശരിക്കും ഭഗവാന്റെ കൃപാകടാക്ഷമാണ്. ഭഗവാന്റെ ഭക്തന്മാരുടെ കൃപാകടാക്ഷം കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. അല്ലെ? ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷില്, യു വിൽ നോട്ട് നോ ദ വാല്യൂ ഓഫ് യുവർ മദർ ടിൽ യു സീ ഹർ വേക്കന്റ് ചെയർ. അല്ലെ? നമ്മുടെ അമ്മയുടെ മഹത്വം നമ്മുടെ എപ്പോഴാണ് മനസ്സിലാവുക? നമ്മുടെ വേക്കന്റ് ചെയർ കാണുമ്പോൾ. അതേപോലെയാണ് നമുക്ക് ഭഗവാന്റെ ഈ മഹത്വം, ഭഗവാന്റെ
ഈ വാട്ടുകൾ മേഴ്സി, കൃപാകടാക്ഷം നമുക്ക് ഇപ്പൊ മനസ്സിലാവില്ല. കാരണം നമ്മൾ മട്ടുപിടിച്ചിരിക്കുകയാണ് ഭൗതിക ജീവിതത്തിലെ ഈ ഇന്ദ്രിയ ആസ്വാദനത്തില്. അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ മഹത്വം, ഭഗവാന്റെ ഭക്തന്മാരുടെ മഹത്വം മനസ്സിലാവില്ല. ശരിക്കുള്ള ഭക്തന്മാര് അനുഭവിക്കുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ എക്സ്റ്റസി നമുക്കൊരു 1 iota ഓഫ് എക്സ്റ്റസി കിട്ടിയാൽ മതി. വി വിൽ നോട്ട് ഹാങ്കർ ഫോർ ദീസ് തിങ്സ്. അതിനുള്ള ആ ഒരു സമയം നമുക്ക് എല്ലാവർക്കും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോ in this verse we also see a combination of personal devotion and objection appreciation of the Lord. One often finds this in the Vaishnava poetry of the Alvas of South India. അപ്പൊ വൈഷ്ണവ പോയിറ്റ്സ് അൽവാസിന്റെ എത്രയോ ആയിരക്കണക്കിന് 4000 പ്രബന്ധങ്ങളൊക്കെയാണ് അവർ എഴുതിയിരിക്കുന്ന. എല്ലാ 12 അൽവാറും ഒരുപാടുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നതാണ്. Often Kulashekara is one. Within a few lines, the Bhakta will praise the Lord for some of his inconceivable awe-inspiring activities and then exclaim how this same great Lord is his personal Lord in the heart. ഓരോരുത്തർക്കും പേഴ്സണലായിട്ട്, ഓരോരുത്തരെയും പേഴ്സണലാണ് ഭഗവാൻ. We don't want to spare him with somebody. അല്ലേ? നമ്മുടെ കുട്ടികളോട് പറയും, ഇഫ് യു ഗെറ്റ് എ ടോയ്, ഷെയർ ഇറ്റ് വിത്ത് യുവർ ബ്രദർ. ഇവിടെ യു ഡോണ്ട് ഹാവ് ടു ഷെയർ, ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി യുവേഴ്സ്. നമ്മൾ ഷെയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ദ്വാരകയിലെ ഓരോ രാജ്ഞിമാർക്കും എക്സ്ക്ലൂസീവ്ലി ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഷെയറിംഗ് ബിസിനസ് ഉണ്ടായിരുന്നില്ല. കാരണം ഭഗവാനാണ്. വി ക്യാൻ ബി എക്സ്ക്ലൂസീവ്. അയ്യോ, 1 മണിക്കൂർ പ്രഭുവിന്റെ വീട്ടിലിരുന്ന് പിന്നെ 1 മണിക്കൂർ ഭഗവാനെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു എന്റെ ആവശ്യമില്ല. അതാണ് ഭഗവാൻ. And then King Kulashekara addresses Lord Krishna as the spiritual master of the 3 worlds, and he calls upon the Lord to protect him. One may question, since Lord Vishnu is already protecting the living entities, why should a devotee ask for personal protection? But the Bhakta is not seeking physical protection. He wants his personal loving relation with the Lord to be nourished and manifest, maintained. അതാണ് നമ്മൾ നമ്മളുടെ ഭക്തിയെ പ്രൊട്ടക്ട് ചെയ്യാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഭക്തി ഒരിക്കലും കുറയാൻ പാടില്ല, ഭക്തി ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. വിട്ടത് നമ്മൾ ചോദിക്കാതെ തന്നെ വരും. നമ്മൾ ചെയ്ത കർമ്മം അനുസരിച്ചിട്ട് വരാൻ പോകുന്ന വഴി തങ്ങില്ല. എനിക്ക് ഞാനൊരു മില്യണർ ആവണമെങ്കിൽ മില്യണർ ആവും. എനിക്ക് അസുഖം വരുന്നുണ്ടെങ്കിൽ അസുഖം വരും. അതെന്റെ കർമ്മം. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് നല്ലതായാലും ചെയ്തേ. പക്ഷെ ഭക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഭക്തി ഒരിക്കലും നിൽക്കരുതേ. അതിന് ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്മാരുടെയും കൃപാകടാക്ഷം എപ്പോഴും കൂടെ ഉണ്ടാവണേ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് പ്ലീസ് പ്രേ ഫോർ us. പ്ലീസ് പ്രേ. ഭക്തന്മാരുടെ പ്രേയേഴ്സ് വളരെ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് we are asking devotees to pray, because when devotees sincerely pray, ഭഗവാൻ will listen. അല്ലേ? അപ്പൊ ഡിവോട്ടീസിന് അത്രയും പ്രിയമാണ് ഭഗവാൻ അത്രയും പ്രിയമാണ് ഡിവോട്ടീസ്. അപ്പൊ നമ്മളൊരു പ്യുവർ ഡിവോട്ടിയെ ആശ്രയിക്കുകയാണ്. ഓ പ്രഭു, ഓ മാതാജി, പ്ലീസ് പ്രേ ഫോർ മീ. ഓക്കെ, അപ്പൊ അവര് സിൻസിയറായി പ്രേ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ അത് കേൾക്കും. സോ ദാറ്റ് ഈസ് എ സീക്രട്ട് ഓഫ് പ്രേയേഴ്സ്. ഇതാണ് എന്റെ കാര്യം. സോ ഭക്ത ഈസ് നോട്ട് സീക്കിംഗ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ. അത് ഓട്ടോമാറ്റിക്കലി നടക്കും നമ്മുടെ കർമ്മം അനുസരിച്ചിട്ട്. He wants his personal loving relationship with the Lord to be nourished and maintained. In other words, he wants the Lord to protect him from the greatest calamity, forgetfulness of him. അതാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് കലാമിറ്റി. നമ്മുടെ ഏറ്റവും വലിയ കലാമിറ്റി എന്താണ്? That we are forgetting Krishna. We are forgetting Krishna. അതിന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം. 24 മണിക്കൂറും നമ്മൾ ഭഗവാനെ ഓർക്കുന്നില്ല. ഈ 1 മണിക്കൂർ സത്സംഗമുള്ള സമയത്ത് അല്ലെങ്കിൽ ഈവൻ ചാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭഗവാൻ ഓർക്കുന്നില്ല. ബാക്കി എല്ലാം ഓർക്കും. ഭഗവാന്റെ നാമാണ് ജപിക്കുന്നത്. പക്ഷെ നമ്മുടെ മനസ്സ് ഓഫീസിലും വീട്ടിലും കുട്ടികളുടെ അതിലും മറ്റ് ഭൗതിക ചിന്തകളിലും മുങ്ങിയിരിക്കുകയാണ്. ജപിക്കുന്നത് ഭഗവാന്റെ നാമം. അപ്പൊ ഇതാണ് നമ്മുടെ കലാമിറ്റി. വി ആർ ഫോർഗെറ്റിംഗ് കൃഷ്ണ 24 hours, even though we are trying to remember you.
അപ്പൊ അതിനു വേണ്ടി നമ്മളെ സഹായിക്കാൻ, അതാണ് കുലശേഖരാൾമാർ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതായത് ആൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫോർഗെറ്റ് കൃഷ്ണ. സ്മർത്തവ്യം സതതം വിഷ്ണു, വിസ്മർത്തവ്യം ന ചാതുചിത്, സർവേ വിധി നിഷേധാസ്യോർ ഏതയോ ഏവ കിങ്കര. അപ്പോ ഈ മറവി നമുക്ക് വരാൻ പാടില്ല. ഭഗവാനെ 24 മണിക്കൂറും നമ്മൾ ഓർമ്മ തരണേ, ഭഗവാനെ സ്മരിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഭഗവാൻ ഒരിക്കലും ഒരു തന്റെ ഡിസൈപ്പിൾസിനോട് പറയുന്നു, ഫ്രം the time that I am born, I have never, there is not even a single moment that I have not forgotten Krishna. Who can tell this so boldly? Only a pure devotee. That's anyway, it's Prabhupada confidential declaration to his own nearest disciples. നമുക്ക് പറയാൻ പറ്റും, നമ്മൾ 16 മാല ചെല്ലുന്ന സമയത്ത് ഭഗവാനെ ആത്മാർത്ഥമായി എത്ര മാല ചെയ്യുന്ന സമയത്ത് ഭഗവാനെ ഓർക്കുന്നുണ്ട്. ഇൻട്രോസ്പെക്ട്, നമ്മളെ തന്നെ ഇൻട്രോസ്പെക്ട് ചെയ്യുക, ആൾക്കും കണക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അല്ലെ, 16 മാല ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, 108 പ്രാവശ്യം ഒരു മാല. ആ ഒരു മാല ചെയ്യുന്ന സമയത്ത് കൃഷ്ണന്റെ പേരുകളാണ് എല്ലാം എടുക്കുന്നത്. എത്ര പ്രാവശ്യം കൃഷ്ണനെ നമ്മൾ ഓർക്കുന്നുണ്ട് ആ സമയത്ത്? എത്ര പ്രാവശ്യം നമ്മുടെ മനസ്സ് കൃഷ്ണനിൽ നിന്ന് ഓടി മറയുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക്? നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യാം. സോ വി ഹാവ് ടു, അതാണ് നമ്മൾ വി ഷുഡ് ഫോക്കസ് ഓൺ ദ ഹോളി നെയിം എന്ന് പറയുന്നത്. കാരണം അത്രയും കൽമശങ്ങളാണ് നമ്മുടെ ഹൃദയത്തില്. അതുകൊണ്ടാണ് നമുക്ക് കൃഷ്ണന്റെ നാമം ജപിച്ചിട്ടും കൃഷ്ണനെ ഓർക്കാതെ. നേരെ മറിച്ച് ഒരു ലവ് ആൻഡ് ബിലവഡ്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സ്നേഹിക്കുന്ന ആ ഒരു ടീനേജില് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരല്ലാണ്ട് വേറെ ഒന്നും തലയിലുണ്ടായിരിക്കില്ല. അതേപോലെ ആയിരിക്കണം നമുക്ക് ഭഗവാനോടും. ആ ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കണം. ജസ്റ്റ് ലൈക്ക് ഹൗ എ ഗേൾ ഓർ ബോയ് loves each other, they don't have anything other than each other in their head. That should be our mood while chanting the Hare Krishna mantra also. So Srila Prabhupada explains, the Lord, the Supreme Personality of God, is already in charge of the maintenance of this creation by virtue of his plenary expansion, Shravasa Vishnu. But this maintenance is not direct. ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഗുണാവതാരമായിട്ട്. ശ്രീവാസ വിഷ്ണു മെയിൻറ്റെയിൻ ചെയ്യുന്നു ഗുണാവതാരമായിട്ട്. However, when the Lord says that he takes charge of his pure devotees, who takes? Krishna takes charge of his pure devotees. He actually takes direct charge. Chaitanya Charitamrita preface lo editund. The pure devotee is one who surrenders to the Lord, just as a child surrenders to his parents or an animal to its master. When a devotee submits himself in that way, Krishna gives him special attention and protection. King Kulashekara praises the Lord according to the Shastra and according to his Leela, and he also calls upon him for personal protection. Confident that the Lord will fulfill his promise to reciprocate with all his devotees according to how they approach him. എല്ലാ ഡിവോട്ടീസിനും അപ്പൊ ഏധാമം പ്രപദ്യന്റെ താം സദൈവ ഭജാമ്യം, അക്കോർഡിംഗ് ടു ഹൗ ദേ അപ്രോച്ച്. എങ്ങനെ നമ്മൾ ഭഗവാനെ സമീപിക്കുന്നു അതേ പ്രകാരം ഭഗവാൻ നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യും. സോ വിത്ത് ഓൾ അവർ ഹാർട്ട്സ് സിൻസിയർലി ലെറ്റ്സ് പ്രേ ഫ്രം ടുഡേ, ഓ കൃഷ്ണ, ഐ എം യുവേഴ്സ് ആൻഡ് യു ആർ മൈൻ. യു ആർ മൈൻ ഓൺലി, നോട്ട് എവരി, ബിക്കോസ് ഭഗവാൻ പൂർണ്ണമായിട്ടും എനിക്ക് കിട്ടുന്നുണ്ട്. ഭഗവാൻ അവിടെ ഷെയറിങ് ചെയ്യുന്നില്ല. സോ നമ്മൾ ഇത് പാലിക്കണം. ഐ ആം യുവേഴ്സ് പറഞ്ഞാൽ ഐ വിൽ ലിവ് അക്കോർഡിംഗ് ടു യുവർ വിൽ, അക്കോർഡിംഗ് ടു യുവർ ഇൻസ്ട്രക്ഷൻ. ഐ വിൽ ഈവൻ സറണ്ടർ മൈ ഇന്റലിജൻസ് അൺ ടു യു. ഐ ഡോണ്ട് വാണ്ട് ടു കീപ് ദ ഇന്റലിജൻസ് ആൻഡ് ഡു തിങ്സ് ഇൻ എ വേ ദാറ്റ് ഈസ് നോട്ട്
that is not favorable for your bhakti. I am yours and you are mine. So that's what we have to promise to Krishna. Hare Krishna, Vancha Kalpatarubhyasya Kripa Sindhubhyacha Patitanam Pavanebhyo Vaishnavebhyo Namo Namo. Ananta Koti Vaishnava ki jai, Srila Prabhupada ki jai, Guru Maharaj ki jai. Thai Go Premanande. Hare Krishna. 1 second.